ഹലോ ഗായ്സ്, നമ്മുടെ കുളമായി പോയ വീടിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പം നമുക്ക് തുടങ്ങാം. ഈ വെള്ളി കണ്ടോ ഗായ്സ്? ഈ വെള്ളി ഞങ്ങൾ ഒരു വീട് പണിഞ്ഞു. എന്നിട്ട് ഞങ്ങളൊരു വീട് മോട് കയറ്റി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇട്ട്. ആദ്യം പണിഞ്ഞ വീട് പൊളിഞ്ഞു പോയി. ആ വീട് ഭയങ്കര വലുതായിരുന്നു ഗൈസ്. എന്താ ചെയ്യാനാ, പണി പോയി. വേറെ പണി. ഇതാണ് ഗൈസ് നമ്മുടെ പൊളിഞ്ഞു പോയ വീട്. ഞങ്ങളുടെ പൊളിഞ്ഞു പോയ വീട് കാണിക്കാം. ഇതാണ് പൊളിഞ്ഞു പോയ വീട്. ഇതാണ് പുതിയ വീട്. അതെൻ്റെ ചേട്ടൻ്റെ കുതിര. ഇപ്പം എൻ്റെ കുതിരയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ ഗൈസ്? എൻ്റെ കുതിര ഇങ്ങനെ പുറത്തിറങ്ങി ഗൈസ്. ഇത് എൻ്റെ കുതിര ഇവനെങ്ങനെ പുറത്തിറങ്ങി. ഗൈസ്, ഞാനേ ഇതിൻ്റെ പണി ഒന്ന് തീർക്കട്ടെ. കയറിപ്പോ ഇട്ടോടാ. ഗൈസ്, ഇതാണ് എൻ്റെ വേറൊരു കുതിര. ഇതെൻ്റെ കുഞ്ഞാണ് ഗൈസ്. ഓക്കെ, ഇവനെ ആദ്യം പിടിച്ചോണ്ടിടാം. ഇവനെ ആളിത്തിരി പെശ. ഞാൻ ഇതുവരെ ഇവന്മാർക്ക് പേരിട്ടിട്ടില്ല. പേരിടണം. അവനെ പിടിച്ചോണ്ട് വരട്ടെ. ഞാൻ പോയി അവനെ നോക്കട്ടെ. മാർക്ക് ഞാൻ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിളാണ് ഞങ്ങൾ കൊടുക്കാറ്. ഞാൻ പോയി അവനെ പിടിക്കട്ടെ. പോലെ ഇവനെ ലെഡ് വെച്ചെടുക്കാം. ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റണം. പറ്റുമായിരിക്കും. പറ്റും ഗൈസ്.
എൻ്റെ കുഞ്ഞ്. നമുക്ക് ഇവന്മാർക്ക് പേരിടാം. നമ്മൾ ഒരുത്തനിടാൻ പോകുന്നത് 3 യൂരി. ഇവരിടാൻ പോകുന്നത് വാവ. പേര് മാറിപ്പോയി ഗൈസ്. ഇവനാണ് വാവ. ഇനി നമ്മുടെ ക്യാരക്ടറിന്റെ മുഖം ഒന്ന് കാണിച്ചു തരാവേ ഗൈസ്. അസറിന്റെ കല്യാണം. അവന് ടോമിയുടെ ഗ്ലാസ് അല്ലേ എടുത്ത് അതുകൊണ്ട് അവർക്കൊരു ടോമിയുടെ ബാഗ്. ടീഷർട്ട് എടുക്കാൻ പോയി. അവൻ ഇഷ്ടന്നപ്പോ ഞാൻ പറഞ്ഞ ഡ്രസ് കൊള്ളത്തില്ലാന്ന് പറഞ്ഞപ്പോ അവന്റെ കോൺഫിഡൻസ് പോയി. അപ്പൊ അവനും ചെയ്ത് ഞാൻ ഇവിടെ ഷർട്ട് മാറ്റി കേട്ടോ. ഈ കോസ്റ്റ്യൂം കൊള്ളാം. ആരും പറഞ്ഞാ പറഞ്ഞു ആരും വന്ന് കൊള്ളൂല എന്നാ മാറ്റി. അല്ലെങ്കിൽ പ്രീമിയാണ് കേട്ടോ. കൂടുതൽ തിരിച്ചു ഇതുകൂടിയില്ലെങ്കിൽ അതിനടിയിലും ഇങ്ങനെ വലിയ പ്ലേ ചെയ്തിട്ടാണ്. അതെ അവിടെ പ്ലേ ഇല്ല പ്ലേ ചെയ്തിട്ടാണ്. എൻ്റെ ചേട്ടൻ പറഞ്ഞത് ഈ വെള്ളി കളയുമെന്നാണ്. എന്നെ ഞാനത് സമ്മതിക്കുമോ? എൻ്റെ മോനെക്കുട്ടൻ ഞാനേ ഒരു വീട് പണിയിട്ട് ഒരു വാച്ച് മേടിക്കാനായിട്ട് വാച്ച് മേടിച്ചത് 3 ഡ്രസ്സും കൊണ്ടിറങ്ങും. എന്താ അവസ്ഥ? ആനയുടെ വൈവാണ്. രാവിലെ ഒരു കൊറിയർക്കാരൻ പഴയ അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഇവിടെ ഡെയിലി രാവിലെ വിളിക്കും. ഒരു കൊറിയർ ഉണ്ട്. അത് ക്യാഷ് ഓൺ ഡെലിവറി.
എങ്ങനെ ഏതായാലും അമ്മയെ നമ്മളാരും പൈസ കൊടുക്കണം. എന്തിനു പൈസ ഇല്ല? കുറെ നാൾക്കാർ എന്തല്ലേ ഞാൻ പറയുന്നത്. നീ പറ. നീ എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. എപ്പോഴത്തേക്ക് പോകാൻ നല്ല ഓട്. കല്യാണത്തിന് പാട്ടും മേളമൊക്കെ ഇവര് ഓഫീസിച്ച് പിന്നെ നമ്മുടെ എന്തോ വലുതായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വലുതായിട്ട് നമുക്ക് കൊടുക്കണ്ടേ? ഊന്നാതിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഹാപ്പി മാരേജ് ലൈഫ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്ര നാൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് മറികടക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സത്യം പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് കീസായിട്ട് ഒരു കവറായിട്ട് വരുന്ന കണ്ടോ? അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു ഒരു ബ്രാൻഡിനനുസരിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ അൺലിമിറ്റഡ് ടിക്കറ്റ് ആണ്. ഇതാണ് ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ചെയ്ത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥാനം പ്ലാൻ ചെയ്തു. ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഉറപ്പായിട്ട് കൊണ്ടുപോകും. നാളെ റിട്ടേൺ വരും വരും. കൈയിട്ട് തരണോ? ഇത് രണ്ടുപേർക്കും ചേർത്തുള്ളതാണേ. നമ്മളതുകൊണ്ട് മനസ്സിലായി വാച്ചാണ്. ഇത് മച്ചു, ഇത് ഞാൻ നിനക്ക് പേഴ്സണൽ എടുത്ത സാധനം. ഇത് എന്ത് സാധനം എടുത്തു പോയി. അതും ടോമി തന്നെ. ഇവന് ടോമി എടുത്തോണ്ട് അതും ടോമി തന്നെ. എല്ലാം കൂടെ ബില്ലൂടെ ഇൻവോയ്സ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിയാസിക്കമായി കൂട്ടിയതായിരിക്കും. സംഭവം തോന്നുന്നു. നിൽക്കാൻ നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം ഇപ്പൊ പുതിയ ട്രെൻഡ് ഇതുവരെ ഇപ്പോഴാണോ അല്ലേ? അങ്ങനെ ഇടി പെട്ടെന്ന് ഒപ്പിട്. അവസാനത്തോടെ ഒന്ന് ആലോചിക്കാം. എന്തല്ലോ ദേവി ക്ലോസ് ഷോട്ട് എടുക്കാല്ലേ? അതാണ് അടുത്തത്. അപ്പൊ ഒപ്പിട്ടിരിക്കുകയാണ്. ഹാപ്പി മാരേജ് ലൈഫ്. രാത്രി കാണാം. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഗൈസ്. നിങ്ങൾ ഈ സൗണ്ട് നോക്കണ്ട. അതല്ലേ ടി വി ആണ്. നമ്മള് ഈ വീട് പണിഞ്ഞ് എന്നെങ്ങാനും തീരുവോ? അതാണ് ഗൈസ് എൻ്റെ സംശയം. ശരി വെച്ചോക്കെ. സന്തോഷം. ഗൈസ് നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ സ്വന്തം സിസ്റ്റർ അല്ല, ഉറങ്ങാൻ പറ്റി. ഉറക്കം നല്ല ഉറക്കം ഉറങ്ങി കല്യാണത്തിന് പോയി. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു. എന്തിന് നാളെ റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷൻ അല്ല, ഒന്ന് അവിടെ റിസപ്ഷനും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് സിനിമയ്ക്ക് പോയിട്ട് സിനിമയ്ക്ക് നേരെ നമ്മൾ തിരിച്ച് നമ്മള് കൊച്ചി നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഫാമിലി എല്ലാം നേരെ വീട്ടിൽ നേരെ ഫുൾ ഫാമിലി അസത്തെ കല്യാണമല്ല റിസപ്ഷൻ വരുന്ന നിക്കമ്മ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞാൻ ഈ പണിയുന്നത്? ഞാനിപ്പോൾ പണിയുന്നത് എൻ്റെ കുതിരക്ക് നിൽക്കാൻ സ്ഥലം വേണ്ടേ.
ഫുഡിന് നല്ല താല്പര്യമുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ രാവിലെ കഴിച്ചത് വളരെ കഴിച്ചു ഞാൻ കഴിച്ചു അപ്പോൾ ഗായ്സ് നമുക്ക് അടുത്ത വീഡിയോ ഫുഡ് കഴിച്ചിട്ട് ഒന്നുകൂടി ഇടാം. ഓക്കെ. കഴിച്ചാ